കേരളത്തിൽ ഈ മൺസൂൺ, അതായത് നമ്മുടെ കാലവർഷം എത്തിയതോടുകൂടി എല്ലാ കാലത്തും ഉള്ളതുപോലെ തന്നെ ഒരു വലിയൊരു സംഭവം കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നു. കേരളത്തിലെ കർഷക സമൂഹം കടക്കണിയിലും ആത്മഹത്യയിലേക്കും പോകുന്ന മറ്റൊരു സാഹചര്യം കൂടെ നമുക്ക് നിലവിൽ വരുന്നു. നമുക്കറിയാം, കാലവർഷത്തിന് തൊട്ട് മുമ്പുള്ള ഇവിടെ ഉണ്ടായിരുന്ന നമുക്ക് ഉണ്ടായിട്ടുള്ള ഈ കാലാവസ്ഥ വ്യതിയാനം, ആഗോളതാപനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാലാവസ്ഥ വ്യതിയാനം മൂലം ഇവിടെ നമുക്ക് ഹീറ്റ് വേവ് ഉണ്ടായിരുന്നു, താപതരംഗം ഉണ്ടായിരുന്നു. അസഹനീയമായ താപതരംഗത്തിൽ നിന്നും പെട്ടെന്ന് നമ്മൾ കാലവർഷം വന്നപ്പോഴേക്കും സംഭവിച്ചിരിക്കുന്നത് കൃഷിനാശം സംഭവിച്ചിരിക്കുന്നു. കൃഷിനാശം സംഭവിക്കുന്നത് ഇത് നമുക്ക് തുടർക്കഥയാണ്, എല്ലാ കാലത്തും ഉണ്ടാകുന്നതാണ്. നമുക്കറിയാം, 2018-ലും 2019-ലും പ്രളയം വന്നപ്പോഴേക്കും ജീവനോപാധി കർഷകരെന്നോ കർഷകേതരെന്നോ ചിന്തയില്ലാതെ എല്ലാവരുടെയും ജീവഹാനി ഉൾപ്പെടെ സംഭവിക്കുകയും വീടുകളും ഭവനങ്ങളും കൃഷിയിടങ്ങളും എല്ലാം തന്നെ നശിച്ച് തകർന്ന് തരിപ്പണമായി. ഇപ്പോൾ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം തന്നെ നമ്മുടെ എല്ലാ അർത്ഥത്തിലും വലിയ നാശമുണ്ടായ 18-ും 19-ൻ്റെയും കാലഘട്ടത്തിൽ നിന്നും വ്യത്യസ്തമായി ഇത്തരത്തിൽ അങ്ങനൊരു പ്രളയ സാഹചര്യം ഇവിടെ ഇല്ലെങ്കിൽ പോലും പെട്ടെന്നുണ്ടായിരിക്കുന്ന ഈ കാലാവസ്ഥ വ്യതിയാനം മൂലം ഉണ്ടായിരിക്കുന്ന ഒരു മഴ എന്ന് പറയുന്ന മഴക്കെടുതി എന്ന് നമ്മൾ സാധാരണ രീതിയിൽ സർക്കാർ ഭാഷ്യമാണത്. മഴക്കെടുതിയിൽ എന്ന് പറഞ്ഞിട്ട് കർഷകരെ സഹായിക്കുവാൻ ചില സ്കീമുകൾ അനൗൺസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, ഒരു കാലഘട്ടത്തിലും ഇത് ഇന്നത്തെ കാര്യം മാത്രമല്ല, എല്ലാ കാലത്തും തന്നെ ഈ കർഷകർക്ക് വരുന്ന മഴക്കെടുതിയിൽ വരുന്ന ഈ ദോഷം, കൃഷിനാശം, അതിനെ ഒരിക്കലും പരിഹരിക്കാൻ ഒരു സർക്കാരും കൃത്യമായിട്ട് ഒരു നിലപാടും സമയോചിതമായി എടുക്കാറില്ല എന്നുള്ളതാണ്. നമ്മളിതിപ്പോൾ പറയുമ്പോൾ ഇപ്പോഴത്തെ പി പ്രസാദ് എന്ന് പറയുന്ന നമ്മുടെ കൃഷി മന്ത്രി, അദ്ദേഹം വളരെ പ്രകൃതി സ്നേഹിയാണ്, ലളിത ജീവിതക്കാരനാണ്, വളരെ ആത്മാർത്ഥതയുള്ളവനാണ്, ജനങ്ങൾക്കെല്ലാം സമീപസ്ഥനാണ് എന്നൊക്കെയുള്ള വിശേഷണങ്ങളും അത് അദ്ദേഹം അറിയിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ യാതൊരു ഗിമിക്കുകളുമില്ല. പക്ഷേ ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പ്രകൃതി സ്നേഹത്തെയും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ലളിത ജീവിതത്തെയൊക്കെ തന്നെ നമ്മൾ ശ്ലാഘിക്കുമ്പോൾ അദ്ദേഹം എവിടെയാണ്? അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ കൃഷിനാശം വന്നിട്ട് ജീവനോപാധി നഷ്ടപ്പെട്ട് ജീവിതം കടക്കണിയിലേക്ക് മാറുന്ന മനുഷ്യരെക്കുറിച്ച് അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ അസംബ്ലി നടക്കുന്നു, അദ്ദേഹം നിസ്സഹായനായിട്ടാണ് പ്രകടിപ്പിക്കുന്നത്. ശക്തമായ ഒരു നിലപാടിലേക്ക് പോകുന്നില്ല. ഇതിനെല്ലാം എപ്പോഴും എല്ലാ സർക്കാരുകളും, അത് മുന്നണി ഭേദമന്യേ എല്ലാ സർക്കാരുകളും പറയുന്നത്, അത് കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ഈ പറഞ്ഞ പ്രകൃതിക്ഷോഭത്തിന് കിട്ടേണ്ട ഫണ്ട് കിട്ടിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ അതിന് പ്രകൃതിക്ഷോഭം എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിലേക്ക് പഴിചാരേണ്ട ഒരു സാഹചര്യത്തിലുള്ള ഒരു ദുരന്ത അവസ്ഥയല്ല വന്നിരിക്കുന്നത്. പക്ഷേ ഇത് സർക്കാരിന് തന്നെ മാനേജ് ചെയ്യാൻ, സംസ്ഥാന സർക്കാരിന് തന്നെ കൈകാര്യം ചെയ്യാവുന്ന ഒരു സാഹചര്യത്തിൽ പോലും യാതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ശ്രീ പി പ്രസാദിനോടുള്ള എല്ലാ സ്നേഹവും, അദ്ദേഹത്തിൻ്റെ പ്രകൃതി സ്നേഹത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെയൊക്കെ തന്നെ നമ്മൾ മാനിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൽ നിന്നും ഇത്തരത്തിലൊരു പിടിപ്പുകേട്, അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പിൽ നിന്നും ഈ കർഷക സമൂഹത്തിനുണ്ടായിരിക്കുന്ന ഈ പിടിപ്പുകേട് യഥാർത്ഥത്തിൽ അത് അംഗീകരിക്കാവുന്നതല്ല. അദ്ദേഹം, എനിക്ക് തോന്നുന്നു, ഈ അസംബ്ലി കഴിയുമ്പോൾ തന്നെ എന്തെങ്കിലും കൃത്യമായ ഒരു വളരെ ബനൈനായിട്ട്, വളരെ കരുണാപരമായിട്ടുള്ള ഒരു നിലപാട് ഈ കർഷകർക്ക്, കൃഷിനാശം വന്ന ജനത്തിന്. കാരണം ഇപ്പോൾ നമ്മളിത് പറയുമ്പോഴും ഈ ദിവസം വരെയും നമ്മുടെ ഈ വർഷകാലം തുടങ്ങിയിട്ട് അധിക നാളായിട്ടില്ല. പക്ഷേ ഇതിനിടയ്ക്ക് തന്നെ നിരവധി പേരുടെ കാർഷിക ജീവിതം വഴിമുട്ടിയിരിക്കുന്നു. പക്ഷേ യാതൊരു വിധത്തിൽ ഇതിൻ്റെ കണക്കെടുപ്പ് പോലും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രയാസം. അതാണ് കർഷകരുടെ ഏറ്റവും വലിയ പരാതി. കാരണം അവരൊരു വർഷത്തേക്ക്, ഒരു കാലഘട്ടത്തേക്ക്, ഒരു പ്രത്യേക സമയത്തേക്ക് അവർ കൃഷി ചെയ്യുമ്പോൾ അവർ മുടക്കുന്ന പണമുണ്ട്. അത് കഴിഞ്ഞ് അവർക്കത് റീപ്പ് ചെയ്യുമ്പോൾ, അതിൻ്റെ ഫലമെടുക്കുന്ന സമയത്ത്, വിളവെടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ലാഭമുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ, അവരുടെ അധ്വാനത്തിനൊരു വിലയുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വിലയിടുക, അതെല്ലാം തന്നെ കണക്കെടുപ്പ് നടത്തുക, ഒരു സമീപനം പോലും പി പ്രസാദിൽ നിന്നും കൃഷിമന്ത്രിയിൽ നിന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പരാതിയായിട്ട് നമ്മുടെ ഈ ദുരിതം അനുഭവിക്കുന്ന ജനവിഭാഗം, കർഷക ജനം പറയുന്നത്.